ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോയപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ബുഷ് പോലത്തെ ഒരു ചെടി നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ബുഷിയായിട്ടൊരു ചെടി നിൽപ്പുണ്ടായിരുന്നു. അതിനകത്ത് നിറയെ ചുമലക്കായ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അത് ചെറി ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറി ആക്ച്വലി നമ്മൾ സിറപ്പിലിട്ട് കഴിച്ചാലായിരിക്കുമല്ലോ ടേസ്റ്റ് വിചാരിച്ച് നമ്മൾ ആദ്യം പറിച്ചില്ല. പിന്നെ ഒരു കൗതുകത്തിന് നമ്മൾ വന്ന് ജസ്റ്റ് ഒരു കാ പറിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ചെടി ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ ആ ഒരു ഫ്രൂട്ട് ഇപ്പോൾ കാണിക്കാമേ. അത് പോക്കറ്റിലൊക്കെ പറിച്ചിട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിൻ്റെ പോക്കറ്റിലും ഉണ്ട്. ഇതാണ് സാധനം, കണ്ട. ഇത് എനിക്ക് മറ്റേ ചെറിയ പോമഗ്രനേറ്റിൻ്റെ ഷേപ്പിലിരിപ്പുണ്ട്, ചെറിയ മാതള നാരങ്ങ. പക്ഷേ ഗുവാടെ ടേസ്റ്റാണ്. അതിൻ്റെ സീഡ് കാണിച്ച്, അതിൻ്റെ ഉൾവശം കാണിച്ച് തന്നെ. കണ്ടോ കഴിച്ച്, ഇതൊരു വെള്ള കളറ്. അതിൻ്റെ അകത്ത് തൊലി തിന്നാവോ? ഇതിൻ്റെ ടേസ്റ്റ് ഇല്ലേ? ഒരു മറ്റേ ജാതിക്കായുടെയൊക്കെ ടേസ്റ്റ്. പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ തൊലി. എനിക്കിത് കണ്ടപ്പോൾ മറ്റേ ചെറിയ ടൈനി പോമഗ്രനേറ്റ് മാതള നാരങ്ങയുടെ ഷേപ്പ് പോലെ തോന്നി. ഇതിന് എന്താ ഗുവാ ചെറിയോ അങ്ങനെ എന്തോ ആണ് പേര്. ഞാൻ ഗൂഗിളിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഗുവാ ചെറി അങ്ങനെ എന്തോ സംതിങ്. ഇതിൻ്റെ അകത്തൊരു സീഡുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കഴിച്ച് കാണിച്ചു തരാം. ഒരു പഴുത്തത് നോക്കിയെടുക്കാം, എന്നിട്ട് ഞാൻ കഴിച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കണത്. ഗൈസ് കണ്ട, നല്ല ടേസ്റ്റ്. ചെറിയൊരു പുളിയുണ്ട്, ചെറിയൊരു മധുരം, ഒരുപാട് മധുരമല്ല. ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ട്. ഈ കുരു മറ്റേ ടൊമാറ്റോയുടെ കുരു പോലെയാണ് ആക്ച്വലി ഇരിക്കുന്നത്. സംഭവം കൊള്ളാം ഗൈസ്. ഇത് നല്ല രീതിയിൽ പഴുത്ത് ചുമന്നത് തിന്നാനാണ് ടേസ്റ്റ്. ചുമക്കാത്തതിനൊരു ഒരു പുളിപ്പുണ്ട്, ചെറിയൊരു പുളിപ്പുണ്ട് കേട്ടോ ഗൈസ്. അകത്ത് മറ്റേ പേരക്കയുടെ ടേസ്റ്റും വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഗുവാ ചെറിന്ന് പേരിട്ടത്. എനിക്ക് അറിഞ്ഞൂടാ ചെറി ഗുവയാണോ ഗുവാ ചെറിയാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ നിങ്ങളെ ഫോട്ടോ കാണിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, ഇഷ്ടപ്പെടും. ആദ്യം ഞാൻ കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ലൗലോലിക്കയാണെന്ന്. നിങ്ങളുടെ നാട്ടിൽ ലൗലോലിക്ക എന്നാ പറയുന്നത്? ചിലർ ലൂബിക്ക എന്ന് പറയും, ചിലർ ലൗലോലിക്ക എന്ന് പറയും. നിങ്ങൾ ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഫ്രൂട്ടിന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഫ്രൂട്ട് കഴിക്കുന്നതും കാണുന്നതും. ഗൈസ് ചെറിയൊരു പുളിയും ചെറിയൊരു മധുരം. കൊള്ളാം ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു.